ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സബ്മിഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ശ്രദ്ധിക്കുക. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വർക്ക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ടു ദി ക്ലയൻറ്റ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സൊക്കെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം? ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാൾക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് എഴുതി തയ്യാറാക്കണം. ആ റിപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ റിപ്പോർട്ട് എന്താ ചെയ്യേണ്ടത്? ക്ലയൻറ്റിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആരാ ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ ആരാണോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്നത് അയാളതിനെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ റിപ്പോർട്ടാക്കി തയ്യാറാക്കിയിട്ട് ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ക്ലയൻറ്റ് അതുമായി ബന്ധപ്പെട്ട് ഡിസിഷൻ എടുക്കുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ബിസിനസ് വാങ്ങുന്ന കേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ പാർട്ട്ണർ അപ്പോയിൻറ്റ് ചെയ്യുന്ന കേസിലോ അല്ലെങ്കിൽ ഫ്രോഡൊക്കെ സസ്പെക്ട് ചെയ്യുന്ന സമയത്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു സ്പെഷ്യലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യാൻ? റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലയൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് 3 കേസുകളാണ് ഉള്ളത്. നമുക്ക് ഓരോ കേസും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കേസാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ആൻ ഇൻറ്റൻഡിങ് പർച്ചേസ് ഓഫ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ബിസിനസ് മറ്റൊരാൾ പർച്ചേസ് ചെയ്യുകയാണ്. ആ പർച്ചേസ് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത്, ഒരു റീസൺ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. If a person intending to purchase a running business want to know the earning capacity of the business, he want to further details of the business, the financial status, future prospects and net asset value of the business. അപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു പേഴ്സൺ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുന്ന സമയത്ത് ആ ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും ആർക്കറിയണം? ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്കറിയണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്താണ്, അതുപോലെ അസറ്റിൻ്റെ വാല്യൂ എന്തൊക്കെയാണ്, അവരുടെ ഏണിംഗ് കപ്പാസിറ്റി, വാങ്ങുന്ന ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി എന്തൊക്കെയാണെന്നൊക്കെ ഈ വാങ്ങുന്ന ആൾക്ക് അറിയണം. അപ്പോൾ ഈ ബയ്യർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ബിസിനസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻറ്റ് ചെയ്യുന്ന പേഴ്സണില്ലേ, ആ പേഴ്സൺ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. ആ ഇൻവെസ്റ്റിഗേഷനാണ് എന്ത് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എൻ ഇൻറ്റൻഡിങ് പർച്ചേസ് ഓഫ് എന്ന് പറയുന്നത്. ഈ കേസിൽ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ സച്ച് ഡീറ്റെയിൽസ് ഹി മേ അപ്പോയിൻ്റ് എ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ നമ്മൾ ഈ കേസിൽ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? അക്വയർ ചെയ്യണം. അപ്പോൾ ഈ ബയ്യർ എന്ത് ചെയ്യും? ഒരു ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ, നെറ്റ് അസറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഏണിംഗ് കപ്പാസിറ്റിയൊക്കെ ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബയ്യർ എന്ത് ചെയ്യും? ബൈ ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നതാണ്. ഡിസിഷൻ എടുക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ കേസിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് കേസായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എൻ ഇൻറ്റൻഡിങ് പർച്ചേസ് ഓഫിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കേസ്, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന രണ്ടാമത്തെ കേസാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എൻ ഇൻകമിങ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ എന്ത് ചെയ്യാണ്? നമ്മുടെ ബിസിനസ്സിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ആ ബിസിനസ്സിൽ നമുക്കൊരു പാർട്ട്ണറെ ക്ഷണിച്ചു. ആ പാർട്ട്ണർ എന്ത് ചെയ്യുക? നമ്മുടെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ പാർട്ട്ണർക്ക് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അയാളെ ക്യാഷ് മുടക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? പാർട്ട്ണറായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും അയാൾക്ക് എന്തുണ്ടായിരിക്കും? ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർട്ട്ണർ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതാ പറയുന്നത്, when an investigation is proposed to conduct on behalf of an incoming partner, the investigation should pay the special condition to the following aspects. സ്പെഷ്യൽ അറ്റൻഷൻ ടു ദി ഫോളോയിങ് ആസ്പെക്ട്സ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യാണ്? ഒരു ഇൻകമിങ് പാർട്ട്ണർ, നമ്മളെ എന്ത് ചെയ്യുക? ബിസിനസ്സിലേക്ക് പാർട്ട്ണർ ആവാൻ താല്പര്യമുള്ള ഒരാൾ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുകയാണ്. ആ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റിഗേറ്റർ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് റീസൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വരുന്നതാണ് ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി ബിസിനസ്. ഇപ്പോൾ ഒരു പാർട്ട്ണർ ആവുന്ന ആൾ എന്ത് ചെയ്യുക? ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് മനസ്സിലാക്കണം? ആ ബിസിനസ്സിൻ്റെ ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് മനസ്സിലാക്കണം. നെക്സ്റ്റ് ആണ്
പ്രോസ്പെക്റ്റിക്സ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ആ ബിസിനസ്സിൻ്റെ പ്രോസ്പെക്റ്റിക്സും അതുപോലെ ഫ്യൂച്ചർ പ്രോഫിറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. പേയ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്, എങ്ങനെയാണ് അതിൻ്റെ ഗുഡ് വില്ല് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹി ഷുഡ് എൻക്വയർ ഇൻ ടു ദി ബോൺഫൈഡ് റീസൺസ് വൈ ന്യൂ പാർട്ട്ണർ ബീങ് ടേക്കൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു പാർട്ട്ണറിനെ എടുക്കുന്നതിൻ്റെ യഥാർത്ഥപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നെക്സ്റ്റ് ആണ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ആ ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റീനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഇൻവെസ്റ്റിഗേറ്റർ മനസ്സിലാക്കണം. നെക്സ്റ്റ് ആണ് ഹി ഷുഡ് എൻക്വയർ ദി പ്രോബബിൾ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ആൻഡ് ടു ഷെയർ ഓഫ് ദി ന്യൂ പാർട്ട്ണർ. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഇപ്പോൾ പ്രോബബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒരു ശരാശരി പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻ കേസ് ആ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ പുതിയ പാർട്ട്ണർക്ക് എത്ര ഷെയർ കൊടുക്കും കാര്യങ്ങളൊക്കെ ആ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, ആ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സായിട്ട് മനസ്സിലായിരിക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് ഫൈൻഡ് ഔട്ട് ദി ഇൻകമിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഷുഡ് കോൺട്രിബ്യൂട്ട് മണി ടുവേർഡ്സ് ദി ക്യാപിറ്റൽ ഓഫ് ദി ബിസിനസ്. എന്ന് വെച്ചാൽ പുതിയതുമായിട്ട് വരുന്ന ഒരു പാർട്ട്ണർ എത്ര മണിയാണ് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ ഇൻവെസ്റ്റിഗേറ്റർ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് ആണ് ഹി ഷുഡ് കമ്പയർ ദി ക്യാപിറ്റൽ ഓഫ് ദി ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് വിത്ത് ദെയർ പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ ഓഫ് ദി ബിസിനസ്. അപ്പോൾ എന്ത് ചെയ്യണം, അയാൾ എന്ത് ചെയ്യണം, അതിലത്തെ ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ പ്രോഫിറ്റിനെ കുറിച്ചിട്ടും കമ്പയർ ചെയ്യണം. ആ ഓരോ പാർട്ട്നേഴ്സിനും എത്ര പ്രോഫിറ്റാണ് അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ എത്ര ഷെയർ ആണ് കിട്ടുന്നത്, അതിൻ്റെ പ്രൊപ്പോർഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നെക്സ്റ്റ് ആണ് ഫൈനലി ഷുഡ് കെയർഫുള്ളി എക്സാമിൻ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്. നമുക്കറിയാം പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടായിരിക്കും, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കും. ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ, എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലായിരിക്കണം. പുതിയ പാർട്ട്നേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇൻവെസ്റ്റിഗേറ്റർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് ആ പാർട്ട്ണർ ആരെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക, ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ കേസാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ദി മാനേജ്മെൻറ്റ് വേർ ഫ്രോഡ് സസ്പെക്റ്റഡ്. എന്താ പറയുന്നത്, മാനേജ്മെൻറ്റ് ഒരു സ്പെഷ്യൽ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക. എന്താ പറയുന്നത്, മാനേജ്മെൻറ്റ് അവരുടെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഫ്രോഡ് ചതിയൊക്കെ എന്ത് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമാണ് മൂന്നാമത്തെ കേസിൽ. ഈ 3 കേസിലാണ് പ്രധാനമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോഡ് 3 രീതിയിലാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. ഫ്രോഡ് 3 രീതിയിലാണ് വരുന്നത്. മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ തിരിമറി വരുത്തുക. രണ്ടാമത്തെയാണ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ തിരിമറി വരുത്തുക. തേർഡാണ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ വരുത്തുക. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്നും കൂടെ കാണാം. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാം. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റെസിപ്റ്റും ഉണ്ടായിരിക്കും, പേയ്മെൻറ്റും ഉണ്ടായിരിക്കും. ഈ ക്യാഷിൻ്റെ റെസിപ്റ്റിൻ്റെ കാര്യത്തിലും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും എന്ത് ചെയ്യുക, ഫ്രോഡ് ചതി കാണിക്കുക. എന്ന് വെച്ചാൽ ചില പേയ്മെൻറ്റുകൾ കൂടുതലായിട്ട് കാണിക്കുക, ചില റെസിപ്റ്റുകൾ കാണിക്കാതിരിക്കുക, എമൗണ്ടും കൂട്ടി കാണിക്കുക, കുറച്ച് കാണിക്കുക. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. ഇനി മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ റീസൺസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യുക, തിരിമറി നിർത്തുക. എന്ന് വെച്ചാൽ കൂടുതൽ ഗുഡ്സ് പോയതായിട്ട് കാണിക്കുക, പർച്ചേസ് കൂടുതൽ കാണിക്കുക, സെയിൽസ് കൂടുതൽ കാണിക്കുക, സെയിൽസ് കുറവ് കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, തട്ടിപ്പ് നടത്തുക. അപ്പോൾ സെയിൽസ് ഉണ്ടായി, ആ സെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തില്ല, അപ്പോൾ ആ സെയിൽസിൻ്റെ എമൗണ്ട് ആരും എടുക്കും, അക്കൗണ്ടർ പോക്കറ്റിലിടും. അപ്പോൾ അങ്ങനത്തെ ഫ്രോഡുകളെയാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ ചെയ്യുക. ഡെബിറ്റിലുള്ള ചില ഐറ്റംസ് ഒന്നും എഴുതാതിരിക്കുക, സാലറി കൊടുത്തതൊക്കെ കൂട്ടി എഴുതുക, ഇൻകംസ് കാണിക്കാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം, ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റെൻറ്റോ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യില്ല, അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കില്ല. അപ്പോൾ കാണിച്ചില്ലെങ്കിൽ അവിടെ ഇൻകം എന്ത് ചെയ്തു, ആ ഇൻകം അവിടെ ഡെഫിഷ്യൻസി വന്നു, അത് ആര് പോക്കറ്റിലിടും, അക്കൗണ്ടൻറ്റ് പോക്കറ്റിലിടും. ഇനി പേയ്മെൻറ്റ്സ് കൂട്ടി കാണിക്കുക. അപ്പോൾ സാലറി കൊടുത്ത് അതിന് ബോണസ് കൊടുത്തു എന്ന് വെറുതെ കാണിക്കുക, ശരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ അക്കൗണ്ട്സിൽ വരുന്ന മാനിപ്പുലേഷനെയാണ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് ഫ്രോഡിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ റീസണാണ് ഈ ഫ്രോഡുകളൊക്കെ സസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള സബ്മിഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, സബ്മിഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുകയാണ്, ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. ക്ലയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ ചുമതലപ്പെടുത്തുന്ന ആളാണ്. 3 കേസാണ് പറഞ്ഞത്. 3 കേസിലാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യുക, പർച്ചേസ്. എന്നുവെച്ചാൽ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ഇൻകമിങ് പാർട്ട്ണർ ആവാൻ
ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ എന്ത് ചെയ്യണം, അതിനെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് ആണ് എന്തെങ്കിലും ഫ്രോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഡ് എവിടെയാണെന്ന് സസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക. ഈ 3 റീസൺസിലാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്.